നമസ്കാരം, എല്ലാവർക്കും എജിബോർഡിലേക്ക് സ്വാഗതം. സ്കൂളുകളിലൊക്കെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ചാപ്റ്റേഴ്സൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ മാത്സിൽ ആദ്യം പഠിച്ച ചാപ്റ്റർ സ്കൂളിൽ സെറ്റ്സ് ആയിരിക്കും അല്ലേ? അപ്പം മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളതും ഏറ്റവും ഈസി ആയുള്ളതുമായുള്ള ഒരു ചാപ്റ്ററാണ് സെറ്റ്സ്. ഈ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എക്സാമിനൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട 5 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. റെഡി? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. കൺസിഡർ ദ സെറ്റ് യു ഈക്വൽ ടു, യു എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ സെറ്റ്. തന്നിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും വലിയ സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് എഴുതിയിട്ടുള്ള ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് എ ഈക്വൽ ടു 1 2 3 4 5 എന്ന് പറയുന്ന ഒരു സെറ്റ്, ബി ഈക്വൽ ടു 2 4 6 8 10 എന്ന് പറയുന്ന സെറ്റ്. വെരിഫൈ ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഈ കോംപ്ലിമെന്റ് ഒക്കെ നിങ്ങൾക്ക് അറിയോ എന്താണെന്നുള്ളത്? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഈ ഡാഷിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോംപ്ലിമെന്റ് എന്നുള്ളതാണ്. കോംപ്ലിമെന്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലോക്ക് ഒരു പേരൊക്കെ പറയും, ഡിമോർഗൻസ് ലോ. ഇതെങ്ങനെയാണ് വെരിഫൈ ചെയ്യുക? ഇത് സ്ഥിരമായിട്ട് പബ്ലിക് എക്സാമുകൾക്കും മോഡൽ എക്സാമുകൾക്കും അതേപോലെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ആവട്ടെ ഓൺ എക്സാം ആവട്ടെ എല്ലാത്തിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ എങ്ങനെ നമ്മളിത് ആൻസർ ചെയ്യാം? നിങ്ങൾ നോക്ക്, നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് ഇത്, റൈറ്റ് ഹാൻഡ് സൈഡാണിത്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ LHS ഇല്ലേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റാണ്. സോ അതിൻ്റെ മുമ്പ് ഞാൻ ആദ്യം എ ഇന്റർസെക്ഷൻ ബി എന്താണെന്ന് എഴുതും. എന്താ ഈ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ? ഇതൊരു സെറ്റാണ്. ആ സെറ്റിൽ എയിലെയും ബിയിലെയും കോമൺ എലമെന്റ്സ് ഉണ്ടാവും. അവിടെ നോക്ക് 1 2 3 4 5 ആണുള്ളത്, ഇവിടെ 2 4 ആണുള്ളത്. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാ? 2 4. അപ്പോൾ അതാ 2 4, സെറ്റ് 2 4. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. സിമ്പിൾ. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി നമുക്ക് കിട്ടി. ഇനി അടുത്തത് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ്. എന്താ ഈ കോംപ്ലിമെന്റ് എന്നുള്ളതിൻ്റെ അർത്ഥം? ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് മുകളിൽ ഒരു വര ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ആ സെറ്റ് മൈനസ് ചെയ്യുന്നതിന് ഈക്വലാണ്. അപ്പോൾ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ നമ്മൾ എഴുതുക. പക്ഷേ എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ ഇന്റർസെക്ഷൻ ബി ആണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്ക്, എന്താ ഈ യു മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ? യു മൈനസ് എ എന്ന് പറഞ്ഞാൽ യുവിലുണ്ടാകണം പക്ഷേ എയിലുണ്ടാകരുത്. യു മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ യുവിലുള്ള എലമെന്റ്സും എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലാത്ത എലമെന്റ്സും യുവിലുണ്ടാകണം പക്ഷേ എ ഇന്റർസെക്ഷൻ ബിയിൽ അത് ഉണ്ടാകരുത്. ഇതാ യു 1 അവിടെ ഉണ്ട്, യുവിലുണ്ട്, ഇവിടെ ഉണ്ടോ? ഇല്ല. 2 അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതുണ്ട. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതേണ്ടത് 1 ആണ്. അപ്പോൾ 1, പിന്നെ 2 പറ്റൂല, 3 അവിടെ ഉണ്ട്, ഇവിടെ അല്ല. 4 അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതുണ്ട. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ എലമെന്റ്സും വരും. പിന്നെ 5 6 7 8 9 10 അതൊക്കെ നിങ്ങളുടെ യുവിലുണ്ട് പക്ഷേ എ ഇന്റർസെക്ഷൻ ബിയിലില്ല. ഇതാണ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ ഇവിടുത്തെ LHS. അപ്പോൾ നിങ്ങൾക്ക് LHS എന്താണ് എന്ന് കിട്ടി, LHS കിട്ടി. ഇനി ഇത് തന്നെയാണോ RHSും എന്നുകൂടി നോക്കിയാൽ മതി, നമ്മുടെ പരിപാടി കഴിഞ്ഞു. സോ RHS കണ്ടെത്താൻ വേണ്ടിയിട്ടുണ്ടല്ലോ, നോക്കിക്കേ, വെരി ഈസി. ഞാൻ ആദ്യം ചെയ്യുന്നത് എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും എടുക്കുന്നു, എന്നിട്ട് അതിൻ്റെ യൂണിയൻ എടുക്കും. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ. യുവിൽ ഉണ്ടാകണം പക്ഷേ എയിൽ ഉണ്ടാകരുത്. യുവിൽ ഉണ്ടാകണം പക്ഷേ എയിൽ ഉണ്ടാകരുത്. 1 2 3 4 5 യുവിലുണ്ട് എയിലുണ്ട്. അപ്പോൾ അത് എഴുതണ്ട. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കിയുള്ളത് എഴുതിയാൽ മതി. 6 7 8 9 10 ഇതൊക്കെ യുവിലുണ്ട് പക്ഷേ എയിലില്ല. സിമ്പിൾ. ഇനി അടുത്തത് എ കോംപ്ലിമെന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തത് ബി കോംപ്ലിമെന്റ്. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് ബി ആ. യുവിൽ ഉണ്ടാകണം പക്ഷേ ബിയിൽ ഉണ്ടാകരുത്. അപ്പോൾ എങ്ങനെയാണ് ഏതൊക്കെ വരിക? 1 2 ഇതിലുണ്ട്, 3 4 ഇതിലുണ്ട്, അതിലുണ്ട്, വേണ്ട. 5 ഇതിലുണ്ട്, ഇതിലില്ല. അപ്പോൾ 5. പിന്നെ വരുന്നത് 7, പിന്നെ വരുന്നത് 9. ഇതൊക്കെ യുവിലുള്ളതാണ് പക്ഷേ എയിലില്ലാത്തത്, ബിയിലില്ലാത്തതാണ്. അതും കിട്ടി. ഇനി അടുത്തത് നിങ്ങൾക്ക് വേണ്ടത് ഇവിടുത്തെ RHS എഴുതണമെങ്കിൽ നമുക്ക് RHS റൈറ്റ് ഹാൻഡ് സൈഡ്, ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്നാ. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്താ നോക്ക്. എ കോംപ്ലിമെന്റ് കിട്ടി, ബി കോംപ്ലിമെന്റ് കിട്ടി. രണ്ടിൻ്റെയും കൂടി യൂണിയൻ, അതായത് 2 സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനെയും ഒരുമിച്ച് എഴുതിയാൽ മതി. അപ്പോൾ ദാ 1 3 5 പിന്നെ ദാ 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്. 2 സെറ്റിലുള്ള എല്ലാവരെയും ഒരുമിച്ച് എഴുതുന്നതിനെയാണ് നമ്മൾ യൂണിയൻ എന്ന് പറയുക. യൂണിയൻ യു എന്ന് പറയുന്ന സിമ്പിൾ വെച്ചാൽ ഡിനോട്ട് ചെയ്യുക. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ എഴുതിയ ഈ LHSും 1 3 5 6 7 8 9 10 ആണ്. ഇവിടെ എഴുതിയ RHSും 1 3 5 6 7 8 9 10 ആണ്. സിമ്പിൾ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാം LHS ഈക്വൽ ടു RHS. അങ്ങനെയാണെങ്കിൽ അവിടെ എഴുതിയത് എന്തോ അത് കറക്റ്റാണ്. ക്ലിയർ? ഇതിന് പറയുന്ന പേര് ഡിമോർഗൻസ് ലോ. ഇത് ഇങ്ങനെ അങ്ങ് വെരിഫൈ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആണെന്ന് കാണിച്ചാൽ മതി. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം നോക്കിക്കോ. ദ ഇന്റർവൽ റെപ്രസെൻറ്റിംഗ്
സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇന്റർവെൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക, സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നോക്ക്, ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എക്സ് ബിലോങ്സ് ടു ആർ, എക്സ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. അപ്പോൾ റിയൽ നമ്പർ ആണെങ്കിൽ ഞാനൊരു റിയൽ നമ്പർ ലൈൻ വരയ്ക്കുന്നുണ്ട്. ഈ റിയൽ നമ്പർ ലൈനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ആളാണ് എക്സ്. ആൻഡ് കണ്ടീഷൻ പറഞ്ഞു നോക്ക്, -2 കൂടുതലായിരിക്കണം, 3 കുറവായിരിക്കണം. അപ്പം -2 കൂടുതൽ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരിക, 3 കുറവ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരിക. കോമൺ ആയിട്ടുള്ള ഈ റീജിയനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടില്ല. -2 കൂടുതൽ, അപ്പോൾ -2 ഇൻക്ലൂഡഡ് അല്ലല്ലോ. -2 കൂടുതലാണെന്ന് പറഞ്ഞത് -2 അതിൽ ഇൻക്ലൂഡഡ് അല്ല. 3 കുറവാണെന്ന് പറഞ്ഞത് 3 കുറവോ. അപ്പം നമ്മൾ കൊടുക്കേണ്ട എന്താണെന്നറിയോ? ഓപ്പൺ -2 ക്ലോസ്ഡ് 3. അതായത് -2 ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ -2ൻ്റെ അടുത്ത് ഓപ്പൺ വരണം. 3 ഇൻക്ലൂഡഡ് ആണെങ്കിൽ അവിടെ ഈക്വൽ ടു ഉണ്ടാകും. ഈക്വൽ ടു ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ 3. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഈ -2, 3 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? -2ൻ്റെയും 3ൻ്റെ ഇടയിലുള്ള എല്ലാ വാല്യൂസും വരും. -2 ഇൻക്ലൂഡഡ് അല്ല, 3 ഇൻക്ലൂഡഡ് ആണ്. ഇൻക്ലൂഡഡ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടി നമ്മളൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഇൻക്ലൂഡഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെയ്ഡ് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് വേറൊരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്, അവിടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെയായിരിക്കും? നമുക്ക് സിമ്പിളാണ്. ദ സെറ്റ് ബിൽഡർ ഫോം ഓഫ് ഓപ്പൺ ഇൻ്റർവൽ 6, 12. ഓപ്പൺ ഇൻ്റർവൽ ആണെങ്കിൽ അത് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. അപ്പോൾ ലെസ് ദാൻ മാത്രമേ ഉണ്ടാവും, ഈക്വൽ ടു ഉണ്ടാവില്ല. അപ്പോൾ 6, 12 രണ്ടിൻ്റെ സിമ്പൽ ലെസ് ദാൻ എന്ന് മാത്രമേ ഉണ്ടാവും, ഈക്വൽ ടു ഉണ്ടാവില്ല. അതാ നോക്ക്, 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 12. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? 6ൻ്റെയും 12ൻ്റെ ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ആൻഡ് ഈ 6ഉം 12ഉം ഇൻക്ലൂഡഡ് ആകില്ല. അതുകൊണ്ടാണ് ഓപ്പൺ ഇൻ്റർവെൽ ഇട്ടത്. ഈ കാര്യം മനസ്സിലാക്കണേ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെറ്റ് ബിൽഡർ ഫോമും ഇൻ്റർവെൽ ഫോമും ഈസിയാണ്. അടുത്ത ചോദ്യം നോക്ക്. റൈറ്റ് ഓൾ സബ്സെറ്റ് ഓഫ് സെറ്റ് ABC. ABC എന്ന് പറയുന്ന ഇതിന് എത്ര സബ്സെറ്റ് ഉണ്ടാവും? നമ്പർ ഓഫ് സബ്സെറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണെടാ. നമ്പർ ഓഫ് സബ്സെറ്റ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും 2n. എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ദാറ്റ് സെറ്റ്. ആ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അതിനെ എന്നോണ്ട് ഡിനോട്ട് ചെയ്യുക. ഇവിടെ എത്ര എലമെന്റ് ഉണ്ട്? 1, 2, 3. അപ്പോൾ ഇവിടെ എത്ര സബ്സെറ്റ് ഉണ്ടാകും എന്നറിയോ? 2^3. 2^3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2, അതായത് 8. അപ്പോൾ നമ്മൾ ആ സബ്സെറ്റുകളൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. ഭയങ്കര ഈസി അത്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സബ്സെറ്റ്സ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ നിങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തു. ആദ്യം നൾ സെറ്റ് ഒരു സബ്സെറ്റാണ്. നൾ സെറ്റ് ഈ സബ്സെറ്റ് ടു എനി അതർ സെറ്റ്. എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റ് ആയിരിക്കും നൾ സെറ്റ്. രണ്ടാമത് ഒരു എലമെൻറ്റ് മാത്രമുള്ള സെറ്റ് എഴുതിക്കോ, എ എന്ന് പറയുന്ന ഒരു സെറ്റ്. രണ്ടാമത് ബി എന്ന് പറയുന്ന ഒരു സെറ്റ്. മൂന്നാമത് സി എന്ന് പറയുന്ന ഒരു സെറ്റ്. ഇപ്പം 4 സെറ്റുകൾ എഴുതി നമ്മൾ. നോക്കണേ, ഇപ്പം എന്താ ഇവിടുത്തെ പ്രത്യേകത? എടാ മക്കളെ, ഈ സെറ്റിലുള്ള എല്ലാ എലമെൻറ്റും ആ സെറ്റിൽ വേണം. അങ്ങനെയാണെങ്കിലാണ് ഇത് അതിൻ്റെ സബ്സെറ്റ് ആവുക. അപ്പോൾ എ ഇതിലുണ്ട്, അതിലുണ്ട്, സബ്സെറ്റാ. ബി ഇതിലുള്ള എലമെന്റ് അതിലുണ്ട്, സബ്സെറ്റാ. സി ഇതിലുള്ള എലമെന്റ് അതിലുണ്ട്, അപ്പോൾ ഈ സെറ്റ് അതിൻ്റെ സബ്സെറ്റാ. ക്ലിയർ? ഇനി 2 എലമെന്റ് മാത്രമുള്ള എത്ര എണ്ണം എഴുതാൻ പറ്റും നോക്കാം. A, B, ഈ എയും ബിയും ഇതിലുണ്ട്, അപ്പോൾ ഇത് ഇതിൻ്റെ സബ്സെറ്റാ. ഇനി അതേപോലെ തന്നെ A, C പറ്റും, A, C പറ്റും. സിമ്പിൾ അല്ലേ? എ ബിയും പറ്റും, എ സിയും പറ്റും. പിന്നെ അടുത്തത് നമ്മൾ B, C ആ കൊടുക്കുന്നത്, B, C. ഇനിയിപ്പോൾ C, B എന്ന് എഴുതിയാലും തെറ്റുണ്ടോ? ഇല്ല. B, C ഓർ C, B ഓർഡർ ഒന്നും പ്രശ്നമില്ല, എങ്ങനെ എഴുതിയാലും മതി. 2 എലമെൻ്റ് ഉള്ള 3 സെറ്റും എഴുതി. ഇനി ഇതാ നോക്കിപ്പോൾ 1, 3, 4, 3 A. ഇനി 3 എലമെൻ്റ് ഉള്ള ഒരു സെറ്റും കൂടിയും, അതായത് ആ സെറ്റ് തന്നെ ABC. അപ്പോൾ ടോട്ടൽ 8 സബ്സെറ്റുകളായി. ക്ലിയർ ആണോ? അപ്പോൾ എങ്ങനെയാണ് സബ്സെറ്റുകളുടെ എണ്ണം? ഇത് 2n. 2n എന്താണോ n എത്ര അതിലുള്ള എലമെൻസിൻ്റെ എണ്ണം. എന്നിട്ട് ഇങ്ങനെ സെറ്റുകൾ സബ്സെറ്റുകളാക്കി ലിസ്റ്റ് ചെയ്താൽ മതി. സിമ്പിൾ. അടുത്ത ചോദ്യം നോക്ക്. A is equal to set of all x such that x is a natural number less than 10. നാച്ചുറൽ നമ്പർ എന്നാണ്, നാച്ചുറലിനെ അവിടെ ഉള്ളൂ, അത് നിങ്ങൾ നാച്ചുറൽ നമ്പർ എന്നാണ് മനസ്സിലാക്കി വെക്കുക. നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6, 6-നേക്കാളും കുറവുള്ള ഒരു നാച്ചുറൽ നമ്പറാണ് എ എന്ന് പറയുന്നത്. എന്തായാലും റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6-നേക്കാളും കുറവുള്ള ഒരു നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6-നേക്കാളും കുറവാകണം. അപ്പോൾ നാച്ചുറൽ നമ്പർ 1, 2, 3, 4, 5 മാത്രമേ വരൂ. ആൻഡ് ബി അവിടെ തന്നിട്ടുള്ളത് 1, 2 ആണ്. ഓക്കെ, എ ഞാൻ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തത് നോക്ക് നിങ്ങൾ. വാട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ് ക്വസ്റ്റ്യൻ. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1, 2, 3, 4, 5. ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1, 2. ഇതാ നോക്ക്, ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് 1, 2. ഈ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആൾ എ ഇൻ്റർസെക്ഷൻ ബി, രണ്ടിലും കോമൺ ആയിട്ടുള്ള ആൾ. ഇതാ രണ്ടിലും കോമൺ ആയിട്ട് 1ഉം 2 വരുന്നത്. കോമൺ ആണ് നമ്മൾ ഇൻ്റർസെക്ഷൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. കോമൺ എലമെൻസിനാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. കിട്ടി, സിമ്പിൾ. അടുത്തത് A - B. A - B എന്ന് പറഞ്ഞാൽ എന്തായിരുന്നടാ? എയിൽ ഉണ്ടാകണം, പക്ഷെ ആരിൽ ഉണ്ടാകരുത്? ബിയിൽ ഉണ്ടാകരുത്. സിമ്പിൾ കാര്യം. ഇതിലുണ്ടാകണം, പക്ഷെ ഇതിലുണ്ടാകരുത്. 1ഉം 2ഉം ഇതിലുണ്ട്,
ഇതിലുണ്ട്. അപ്പോൾ ഇത് എഴുതണ്ട. 3 4 5 ഇതിലുണ്ട്, ഇതിലില്ല. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് എന്താ? 3 4 5. അതായത് എയിൽ ഉണ്ടാകും, പക്ഷെ ആരിൽ ഉണ്ടാകില്ല? ബിയിൽ ഉണ്ടാകില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സെറ്റിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈ ഒരു ചോദ്യം നോക്കും. ഈ ഒരു ചോദ്യം ഡിമോർഗൻസ് ലോ വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു വെൻ ഡയഗ്രം ഒക്കെ തന്നിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ലെങ്കിലും പക്ഷേ ഒന്നുകൂടി നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ചോദ്യം. ഈസി. നിങ്ങളൊരു ചോദ്യം നോക്കും. കൺസിഡർ എ വെൻ ഡയഗ്രം ഓഫ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും വലിയ സെറ്റ്. അതായത് ഈ ചതുരക്കളമാണ് യൂണിവേഴ്സൽ സെറ്റ്. അതിൽ ആരൊക്കെ ഉണ്ട് നോക്കും? 1 2 3 4 5 6 7 8 9 10 12 13 വരെ ഉണ്ട്. ഓക്കെ, ആ യൂണിവേഴ്സൽ സെറ്റിൽ എലമെന്റ്സ് അവിടെ കൊടുത്തു. ചോദ്യം, റൈറ്റ് സെറ്റ് എ ബി ഇൻ റോസ്റ്റർ ഫോം. എയും ബിയും റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞത്. അതെന്ത് സിമ്പിളാ? എ എന്ന് പറയുന്ന സെറ്റ് നോക്ക്, ഈ സർക്കിൾ അല്ലേ. അപ്പം നോക്ക് 3 4 6 10 3 4 6 10 ഇതാണ് നിങ്ങളുടെ എയിലുള്ള എലമെന്റ്സ്, നോ ഡൗട്ട്. ആൻഡ് ബി എന്ന് പറയുന്ന സെറ്റ്, ബിയും റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞിട്ടില്ലേ? വാട്ട് ഈസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നോക്ക് 2 3 4 5 11. അതായത് ബിയിലുള്ളത് അത് മാത്രമല്ലേ ഉള്ളൂ. 2 3 4 5 11. അപ്പോൾ അതും കിട്ടി. ഓക്കെ, എയും കിട്ടി, ബിയും കിട്ടി. ഇനി അടുത്ത ചോദ്യം, വെരിഫൈ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. നേരത്തെ തിരിച്ചാണ് വെരിഫൈ ചെയ്തത്. എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. പക്ഷേ രണ്ടും ശരിയാണ്, രണ്ടും കറക്റ്റാണ്. സോ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ എ യൂണിയൻ ബി എന്താണെന്നുള്ളത് ആദ്യം എഴുതി വെക്കുക. എ യൂണിയൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എ യൂണിയൻ ബി ഇത് രണ്ടിലുള്ളത് ഒരുമിച്ച് എഴുതിയാൽ മതി. അപ്പോൾ നോക്കേ 2 3 4 5 6 വരും, 2 3 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, പിന്നെ 10 വരും, അടുത്തത് 11 വരും. ഇതാണ് നിങ്ങളുടെ എ യൂണിയൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ? അപ്പോൾ എ യൂണിയൻ ബി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് വേണ്ടത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ്. അതായത് നമ്മുടെ RHS എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് ആണ്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യുവിൽ ഉണ്ടാകണം, എ യൂണിയൻ ബിയിൽ ഉണ്ടാകരുത്. അങ്ങനത്തെ എലമെൻറ്റ്സ് നോക്ക് നിങ്ങൾ. യുവിലുണ്ട് 1, ഇതിലില്ല. അപ്പോൾ ആദ്യം 1 വരിക. 2 3 4 5 6 ഒക്കെ യുവിലുണ്ട്, ഇതിലുണ്ട്, എഴുതണ്ട. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് 7 വരും, 8 വരും, 9 വരും. 10 യുവിലുണ്ട്, ഇതിലുണ്ട്, എഴുതണ്ട. 11 അതിലുണ്ട്, ഇതിലുണ്ട്, എഴുതണ്ട. അപ്പോൾ അടുത്ത വരെ എന്താ? 12 13 ഇത്രയല്ലേ ഉള്ളൂ, 13 വരെയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എഴുതി. സിമ്പിൾ. ഇനി നമുക്ക് എഴുതേണ്ടത് ഇവിടുത്തെ RHS എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം എ കോംപ്ലിമെൻറ്റ് എഴുതുന്നു. വാട്ട് ഈസ് എ കോംപ്ലിമെൻറ്റ്? യുവിൽ നിന്ന് എ മൈനസ് ചെയ്താൽ മതിയടാ. അപ്പോൾ യുവിൽ ഉണ്ടാകണം, പക്ഷേ എയിൽ ഉണ്ടാകരുത്. അങ്ങനെയാണ് ആദ്യം 1 2 വരും, 1 2 വരും, 3 4 അതിലുണ്ട്, 5 വരും, 6 അതിലുണ്ട്, 7 8 വരും, 9 വരും, 10 യുവിലുണ്ട്, ഇതിലുണ്ട്, വേണ്ട. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് 11 12 13. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എ കോംപ്ലിമെൻറ്റ്. ദെൻ വാട്ട് ഈസ് ബി കോംപ്ലിമെൻറ്റ്? ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ യുവിൽ ഉണ്ടാകണം, ബിയിൽ ഉണ്ടാകരുത് എന്ന. അപ്പോൾ യുവിലുള്ളത് ബിയിൽ ഇല്ലാത്തത് നോക്ക്. 1 വരും, 2 3 4 5 ഇതിലുണ്ട്. അപ്പോൾ 1 പിന്നെ വരും 6 7 8 9 10 11 അതിലുണ്ട്, ഇതിലുണ്ട്. അപ്പോൾ അത് എഴുതണ്ട. പിന്നെ 12 13. അപ്പോൾ അതാ 12 13 ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ? ഇത്രയുള്ള പരിപാടി. നമ്മുടെ RHS എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നോക്കടാ? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. രണ്ട് സെറ്റിലെയും ഇൻ്റർസെക്ഷൻ കോമൺ ആയിട്ടുള്ളത് 1 വരുന്നുണ്ട്. 2 5 ഒന്നുമില്ല, 6 ഇല്ല, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. 10 കോമൺ ആയിട്ടുണ്ടോ? ഇല്ല. അടുത്തത് 11 ഉണ്ടോ? ഇല്ല. അടുത്തത് 12 13. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആൻസർ. ഇതെന്നായിരുന്നു അവിടെയും കിട്ടിയ നോക്ക്. 1 7 8 9 12 13. യെസ്, 1 7 8 9 12 13. കാര്യം മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിത് വെരിഫൈ ചെയ്യേണ്ടത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ LHS ഈക്വൽ ടു RHS ആണ് എന്ന് നമുക്ക് കിട്ടി. ഇങ്ങനെ വെരിഫൈ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. ഇത് കുറച്ചുകൂടി ഒരു നല്ല ചോദ്യം കേട്ടോ. നോർമലി സെറ്റായിട്ട് തരാതെ വെൻ ഡയഗ്രം തന്നിട്ടുള്ള ഒരു കിഡ്ലിംഗ് ക്വസ്റ്റ്യൻ. അടുത്ത നോക്ക്. എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ്. എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റ് എൻ ഓഫ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. എന്താ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 3ഉം 4ഉം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാലോ, എടാ എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുയിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് ചെയ്താൽ മതി. ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ? അപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് അതിൽ എത്ര എലമെൻറ്റ് ഉണ്ടാകുമെന്ന് അറിയേണ്ടത്. യുവിലാകെ 13 എലമെൻറ്റാണ് ഉള്ളത്, ശരിയല്ലേ? യുവിൽ 13 എലമെൻറ്റാണ് ഉള്ളത്. എ ഇൻ്റർസെക്ഷൻ ബിയിൽ 2 എലമെൻറ്റുമാണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെൻറ്റിലാകെ 11 എലമെൻ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? 11. ശരിയാണ്. അതിലാകെ 13 എലമെൻ്റ് ഉണ്ട് യുവിൽ. ആൻഡ് എ ഇൻ്റർസെക്ഷൻ ബിയിൽ 2 എലമെൻറ്റേ ഉള്ളൂ. യുവിലുള്ളത് ഇതിലില്ലാത്തത്.
ശരിയല്ലേ? യുവിലുള്ളത് ഇതിലില്ലാത്തത്, ഇതിലുള്ള ആൾക്കാരാരാ? രണ്ടെണ്ണം. ആ രണ്ടാൾക്കാരങ്ങ് മൈനസ് ചെയ്താൽ മതി. എ ഇന്റർസെക്ഷൻ ബിയുള്ള ആൾക്കാരാ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആൻസർ അത് കറക്റ്റ് കിട്ടും. സിമ്പിളാണ്. എൻ ഓഫ് എന്നാണ് ചോദിച്ചത്, നമ്പർ ഓഫ് എലമെൻറ്റ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ക്ലിയർ? അപ്പോൾ നമ്മൾ സെറ്റ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ പഠിച്ചു. എല്ലാ ചോദ്യങ്ങളും വളരെ ഈസി ആയിട്ടുള്ളതാണ്. കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.